ഒരു സംഘടനയുടെ വാർഷിക സമ്മേളനം 3 തരത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തേണ്ട സന്ദർഭം. ആ നിലയ്ക്ക് ഒന്നാമത്തെ പ്രാധാന്യം. രണ്ടാമത്, വർത്തമാനകാലത്ത് ഇന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ നിമിഷം എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്, എന്താണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പൊതുവായ സാഹചര്യം, അവസ്ഥ, അതിനെക്കുറിച്ചുള്ള വിചിന്തനം നടക്കേണ്ടതാണ്, നടക്കേണ്ട സന്ദർഭമാണ്. മൂന്നാമതായി, അടുത്ത വാർഷിക സമ്മേളനം വരെയുള്ള വരും കാലത്ത് ഏത് തരത്തിലാണ് നാം പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും ആസൂത്രണവും നടക്കേണ്ട സന്ദർഭം. ആ നിലയ്ക്ക് ഇന്നലെയെക്കുറിച്ചും ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചും വിചിന്തനം നടത്തേണ്ടുന്ന സന്ദർഭമാണ് ഏതൊരു സംഘടനയുടെയും വാർഷിക സമ്മേളനം. അത് കാലത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂജാതി കർമ്മങ്ങളോടെ നമ്മൾ ആരംഭിച്ചു. ഓരോ മണിക്കൂറിലും ഓരോ സഭകളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും. അതിനുവേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ ശ്രദ്ധിച്ചത്, ഇത്രയും ആവേശത്തോടെ ആത്മവിശ്വാസത്തോടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാര്, കാര്യകർത്താക്കന്മാര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സമ്മേളനം നടക്കുന്ന ഹാളിൽ തയ്യാറാക്കി വെച്ച കസേര മതിയാകാതെ വരുന്നതാണ് സമ്മേളന സംഘാടകരുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപക്ഷെ സന്തോഷിയൊക്കെ അതിലേക്ക് സന്തോഷിക്കും. കസേര കിട്ടാതെ ആളുകൾ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലൊരു ബുദ്ധിമുട്ടിന് പകരം ഒരു സന്തോഷമാണ് അനുഭവപ്പെടുക. ആ സമ്മേളനം ഗംഭീരമായി. ഇപ്പൊ കേരളത്തിലെ വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു കസേരയ്ക്ക് 3 ആളാണ്. അതാണ് അനുഭവം. പക്ഷെ നമ്മുടെ കസേര അതല്ലാത്തത് കൊണ്ട്, അങ്ങനെയുള്ള കസേര അല്ലാത്തത് കൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളമില്ല. ഏതായാലും അങ്ങേയറ്റം ആവേശത്തോടെയാണ് ഈ സമ്മേളന നടപടികൾ ആരംഭിക്കുന്നതും ഇനി അങ്ങോട്ട് വൈകുന്നേരം വരെ നടക്കാൻ പോകുന്നതും എന്ന് കാണുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിൽ സംഘാടകരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ് ഈ സംഘടനയെ. സംഘടന എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ടുള്ള ഘടന എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ ഇരിക്കുന്ന എല്ലാവരും കേരളത്തിൽ ഏറെ സ്വാധീനം നേടിയ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കാര്യകർത്താക്കളായി പ്രവർത്തിച്ച ആളുകളോ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളുകളോ ഒക്കെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ സംഘടനയുടെ പേര് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എന്നതാണ്. ഈ പേരിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദർശനം എന്താണ് എന്നടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പദ്ധതി എന്താണ് എന്നത് വിശദമാക്കിയിട്ടുണ്ട്. നമ്മുടെ മാർഗം എന്ത് എന്നതിനെ കുറിച്ചും വിശദീകരിക്കുന്നു. പൊതുവെ പറയാം, സംഘടനയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന 3 കാര്യങ്ങളുണ്ട് എന്നാണ്. മന്ത്രം, തന്ത്രം, യന്ത്രം. സംഘടനാ മന്ത്രം, സംഘടനാ യന്ത്രം, സംഘടനാ തന്ത്രം. ഇത് 3 ചേരുന്ന അളവിൽ സമ്യക്കായി ഘടിപ്പിക്കപ്പെടുമ്പോൾ, വേണ്ടുന്നതുപോലെ വേണ്ട തരത്തിൽ വേണ്ടിടങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് വിജയിക്കും. സംഘടനയുടെ വിജയം നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങൾ.
ആ മൂന്ന് ഘടകങ്ങളെയും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന അർത്ഥസമ്പുഷ്ടമായ ഒരു പേരാണ് നമ്മുടെ സംഘടനയുടെ പേര്, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘടനാ മന്ത്രം അല്ലെങ്കിൽ നമ്മുടെ ദർശനം എന്ന് പറയുന്നത് ഭാരതീയം. നമ്മുടെ സംഘടനയുടെ പേരിൽ ഭാരതീയമുണ്ട്, നമ്മുടെ ദർശനം അതാണ് ഭാരതീയമായ ദർശനം. നമ്മുടെ സംഘടനയുടെ പേരിൽ സംഘമുണ്ട്, അത് നമ്മുടെ തന്ത്രമാണ്. എങ്ങനെയാണ് നമ്മുടെ സംഘടനയെ വിജയിപ്പിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്ന ഒരു പദമാണ് സംഘം എന്നുള്ളത്. വിശാലമായ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പിന്നെ യന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ചലനാത്മകമായി ഈ പ്രസ്ഥാനത്തെ സക്രിയമാക്കാൻ കഴിയുന്ന, സജീവമാക്കാൻ കഴിയുന്ന പ്രതിഭാസം വ്യാപാരികളും വ്യവസായികളുമായ കാര്യകർത്താക്കൾ. അപ്പൊ ഒരു സംഘടനയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന മൂന്ന് ഘടകങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംഘടനയുടെ നാമം, അത് വേണ്ടും വണ്ണം ഉൾക്കൊള്ളുമ്പോൾ, വേണ്ടും വണ്ണം മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോൾ, അത് നമ്മുടെ പ്രവർത്തന പഥത്തിൽ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ സംഘടനയുടെ വിജയം പൂർണ്ണമായി എന്ന് പറയാൻ കഴിയും. നോക്കൂ, 6 വർഷമാണ് നമ്മുടെ സംഘടനയുടെ പ്രായം. 6ാം സംസ്ഥാന സമ്മേളനമായതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ധരിക്കുന്നത്? ഒരു നിർണായകമായ സാഹചര്യം സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അതിനെ മറികടക്കാൻ എന്താണ് വേണ്ടത് എന്നത് ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സംഘടന പിറന്നു വീഴുന്നത്. പിന്നീട് പലപ്പോഴും നമ്മുടെ ജീവരക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന ഒരു രീതിയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രസ്ഥാനം പ്രഖ്യാപനം നേരത്തെ നടത്തി, ആശയം നേരത്തെ പ്രഖ്യാപിച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നതല്ല. നമുക്കെല്ലാം ജീവശ്വാസം പകർന്നു തരുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹാപ്രസ്ഥാനം രൂപമെടുക്കുമ്പോൾ അതിന്റെ സ്ഥാപകനായിരുന്ന പരമപൂജനീയ ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവാർ, അദ്ദേഹം തന്നോടൊപ്പം ഒത്തുചേർന്ന ആളുകളോട്, കൗമാരപ്രായക്കാരായ ചെറുപ്പക്കാരായ ആളുകളോട് പറഞ്ഞത്, നമ്മൾ ഇന്ന് സംഘം തുടങ്ങുന്നു എന്നാണ്. എന്തിനു വേണ്ടിയാണ് ഈ സംഘം? എങ്ങനെയാണ് ഈ സംഘം? ഏതുവരേക്ക് ഈ സംഘം ഉണ്ടാകും? ഇതൊന്നും അവിടെ വിശദീകരിക്കപ്പെട്ടില്ല. നമ്മൾ ഇന്ന് സംഘം തുടങ്ങുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. നയപ്രഖ്യാപനം അതായിരുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നയപ്രഖ്യാപനമായിരുന്നു ഡോക്ടർ ജിയുടെ നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് വന്ന ഈ പ്രയോഗം. നമ്മൾ ഇന്ന് സംഘം തുടങ്ങുന്നു. പിന്നീടാണ് അതിന്റെ ഇന്ന് നമ്മൾ കാണുന്ന വിരാട രൂപപ്പെട്ടു വന്നത്. വാസ്തവത്തിൽ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും അടിസ്ഥാന സ്വഭാവം ഇത് തന്നെയാണ്. നമ്മുടേതും അതാണ്. ഒരു പ്രത്യേക സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ സംഘം തുടങ്ങി. ആ സംഘത്തിന്റെ പേര് വ്യാപാരി വ്യവസായി സംഘം. ആ സംഘത്തിനൊരു ദർശനം വേണം, അത് ഭാരതീയ ദർശനം. ആ നിലയിലാണ് നമ്മുടെ പ്രസ്ഥാനം വികസിച്ചു വന്നത്. നോക്കൂ, ഭാരതീയ ദർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സന്ദർശിക്കണം ഭാരതീയമായ വാണിജ്യ വ്യാപാര പാരമ്പര്യത്തെക്കുറിച്ച്. ഒരു ഘട്ടത്തിൽ, അതായത് ഞാൻ കുറച്ച് നമ്മുടെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ വ്യവസായ വിപ്ലവം എന്നൊരു സംഗതി യൂറോപ്യൻ നാടുകളിൽ സംഭവിച്ചത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിന്റെ അവസാനം 18ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നു. വ്യവസായ വിപ്ലവത്തിന് നിദാനമായി വർത്തിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം, ഇറ്റലിയിൽ രൂപപ്പെട്ടു വന്ന നവോത്ഥാനം എന്നതാണ്. 14ാം നൂറ്റാണ്ടിൽ നവോത്ഥാനം എന്നതിനെ വ്യാഖ്യാനിക്കുന്നത്, ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കുന്നത്, പുതിയ ചിന്തകളുടെ ഉദയം, പുതിയ നിലപാടുകളുടെ രൂപീകരണം, പുതിയ കാഴ്ചപ്പാടുകളുടെ ആവിഷ്കാരം. ഇതൊക്കെ ഇറ്റലിയിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് വ്യവസായ വിപ്ലവത്തിന് നിദാനമായി തീർന്ന ആശയധാര രൂപപ്പെട്ടത് ഇറ്റലിയിൽ നടന്ന നവോത്ഥാനത്തിന് ശേഷമാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. നോക്കൂ, പിന്നീട് നമ്മുടെ ഈ പറയുന്ന നവോത്ഥാനത്തിന് ശേഷം യൂറോപ്യൻ നാടുകളിൽ ഉണ്ടായി വന്ന വ്യവസായ വിപ്ലവം ഒരുപാട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ കണ്ടെത്തൽ, ശാസ്ത്ര
സത്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം രൂപപ്പെട്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് വ്യവസായ വിപ്ലവം ഉണ്ടാകും. വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകം പുതിയ ചില സാമൂഹിക ക്രമത്തിലേക്ക് ചുവടുവെച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ ഫലമായിട്ടാണ് സാമ്രാജ്യത്വം, അതിന്റെ ഫലമായിട്ടാണ് മുതലാളിത്തം, അതിന്റെ ഫലമായിട്ടാണ് സാമ്പത്തികമായ ചില ചിന്താധാരകളൊക്കെ രൂപപ്പെട്ടു വന്നത് എന്നൊക്കെയാണ് വിശദീകരിക്കപ്പെടുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഇതേ കാലഘട്ടത്തിൽ തന്നെ ലോക വ്യാപാര വ്യവസായ പാരമ്പര്യത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ആ പ്രയോഗം ഇന്ത്യ സമുദ്ര ലോകം എന്നതായിരുന്നു. ഇന്ത്യ സമുദ്ര ലോകം എന്ന് വെച്ചാൽ ഭാരതത്തിന്റെ അതിരായി നമ്മൾ കണക്കാക്കുന്ന സിന്ധു മഹാസമുദ്രം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപാര വ്യവസായ വികാസം സംഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാലത്ത് ലോക വ്യാപാര മേഖലയുടെ, ലോക സമ്പദ് വ്യവസ്ഥയുടെ വിളയിടമായി വർത്തിച്ചത് ഭാരതമാണ് എന്നത് ഈ പ്രയോഗത്തിലൂടെ തന്നെ വ്യക്തമാക്കപ്പെടുന്നു. ഇന്ത്യ സമുദ്ര ലോകം, ഭാരതം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപാര വ്യവസായ വികാസം സംഭവിച്ചിരുന്നു ലോകത്ത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ 28% ലോക സമ്പദ് വ്യവസ്ഥയുടെ, 28%അല്ല, വാസ്തവത്തിൽ ഏതാണ്ട് 33%, 1/3 ഭാഗം നിയന്ത്രിച്ചിരുന്നത് ഭാരതമായിരുന്നു. ഭാരതത്തിലെ വ്യാപാര വാണിജ്യ മേഖലയായിരുന്നു. ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഇവിടെയുള്ള കരകൗശല വസ്തുക്കൾ, ഇവിടെ ഉണ്ടായിരുന്ന മറ്റനേകം കാര്യങ്ങൾ, ഇതെല്ലാം ലോക വ്യാപാരത്തെ, വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്ന സാഹചര്യമാണ്. പക്ഷെ ചരിത്രത്തിൽ നമുക്കതൊന്നും പഠിക്കാൻ കഴിയില്ല. ഞാനിപ്പോ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകൻ, ചരിത്രാധ്യാപകൻ എന്ന നിലയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇന്ത്യയിലെ നവോത്ഥാനം, വ്യവസായ വിപ്ലവം ഒക്കെയാണ്. അതിനേക്കാൾ മഹത്വപൂർണമായ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യമായി നാം സ്വീകരിച്ചിട്ടുള്ള, നമ്മുടെ ലക്ഷ്യമായി നാം സ്വീകരിച്ചിട്ടുള്ള ധർമാധിഷ്ഠിത വ്യാപാരവും ന്യായാധിഷ്ഠിത ലാഭാർത്ഥവും ഇത് ഭാരതത്തിൽ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക വ്യാപാര മേഖലയുടെ, ലോക സമ്പദ് വ്യവസ്ഥയുടെ 1/3 ഭാഗം നമ്മുടെ ഈ ഭാരതത്തിൽ ഭാരതമായിരുന്നു എന്ന അവസ്ഥ വന്നതാണ്. ഇതാണ് ഈ ഇരിക്കുന്ന സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ അടിസ്ഥാന കാഴ്ചപ്പാടായി മനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളായിരുന്നു ലോക സമ്പദ് വ്യവസ്ഥയെ നയിച്ചിരുന്നത്, നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലേക്ക് വൈദേശിക അധിനിവേശം സംഭവിക്കുന്നു. വൈദേശിക അധിനിവേശം എന്ന് പറയുന്നത് സമ്പത്ത് ലക്ഷ്യമാക്കി വന്നു എന്നത് മാത്രമല്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഭാരതത്തിൽ വന്നത് വാണിജ്യ വ്യവസായ മേഖലയെ കൈയടക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിലൂടെ മറ്റ് പലതും ഈ നാട്ടിൽ സംഭവിച്ചു. നിങ്ങൾ പാമ്പിനെ പൂജിക്കുന്നവരാണ്, നിങ്ങൾ മരത്തെ പൂജിക്കുന്നവരാണ്, നിങ്ങൾ വെള്ളത്തെയും തീയെയും പൂജിക്കുന്നവരാണ്, ഇതൊക്കെ പിന്തിരിപ്പിനാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാകൃതന്മാരാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഈ കൂട്ടർ തയ്യാറായി. നമ്മളത് വിശ്വസിച്ചു. ശരിയാണല്ലോ. എന്തിനാ പാമ്പിനെ പൂജിക്കുന്നത്, എന്തിനാണ് മരത്തെ പൂജിക്കുന്നത്, എന്തിനാണ് വെള്ളത്തെയും തീയെയും പൂജിക്കുന്നത്? പരിഷ്കൃതനാകണമെങ്കിൽ ഈ ചിന്താധാരകളെ മാറ്റിയെടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്, നിങ്ങളിൽ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്, നിങ്ങളെ പരിഷ്കാരികളാക്കി മാറ്റാൻ വേണ്ടി വന്നവരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സൈന്യന്മാര് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ അവരുടെ പുറകെ സഞ്ചരിച്ചു. അതുകൊണ്ടാണ് ഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രി, ഞാൻ ജന്മം കൊണ്ട് മാത്രം ഭാരതീയൻ, സംസ്കാരം കൊണ്ട് പാശ്ചാത്യ, വിദ്യാഭ്യാസം പറഞ്ഞല്ലോ, മതം കൊണ്ട് ഇസ്ലാം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ ഭാരതത്തെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ നമ്മുടെ സങ്കല്പത്തെ വക്രീകരിക്കപ്പെട്ടതിന് വിധേയനായി പോകേണ്ടി വന്നതിന് ഗതികേടുമുണ്ടാകും. ആ നെഹ്റുവിന്റെ വാക്കുകളാണ് നമ്മൾ കൂടുതലും ശിരസിലേറ്റിയത്. പക്ഷെ അതിനു മുമ്പ് സ്വാമി വിവേകാനന്ദ ലോക സമൂഹത്തോട് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നു,
ലോകത്തെ സർവ്വ സംസ്കാരങ്ങളുടെയും മാതാവായ ഭാരതത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. സർവ്വ മതങ്ങളുടെയും സർവ്വവിശ്വാസങ്ങളുടെയും ധാർമ്മിക ചിന്തകളുടെയും ഇടഭൂമിയാണ് എന്റെ നാട് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി സ്വാമി വിവേകാനന്ദനുണ്ടായിരുന്നു. പക്ഷെ അതല്ല കൂടുതലാണ് ശ്രദ്ധിച്ചത്, നേരത്തെ പറഞ്ഞ ചില വാദങ്ങളെ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ അപജയം സംഭവിച്ചു നമ്മുടെ ഈ ഭാരതത്തിൽ. ആ അപജയത്തിൽ നിന്ന് ഭാരതത്തെ മോചിപ്പിച്ചെടുക്കേണ്ട ബാധ്യത സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് 1925 വലിയൊരു പ്രസ്ഥാനം ഈ മണ്ണിൽ പിറവിയെടുത്തത്, രാഷ്ട്രീയ സ്വയം സേവന. നമ്മൾ 100 വർഷത്തിലേക്ക് നിൽക്കുകയാണ്. ഈ 100 വർഷക്കാലം എന്തൊക്കെ പരിവർത്തനങ്ങളാണ് നമ്മുടെ ഈ ഭാരതത്തിൽ നമ്മുടെ കർമ്മ നൈപുണ്യം കൊണ്ട് സാധിതമായത് എന്നതിനെ കുറിച്ച് വലിയൊരു പ്രബോധനത്തിന്റെ ആവശ്യമില്ല, ഉദ്ബോധനത്തിന്റെ ആവശ്യമില്ല. നമുക്കെല്ലാം അറിയുന്നതാണ്, തൊട്ടറിഞ്ഞതാണ്, അനുഭവിക്കുന്നതാണ്. ഒരു പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ സമ്മേളന വേദിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിലെ 1 2 വാക്യങ്ങൾ അനുവർത്തിച്ച് ലോകം ഇന്ന് യോഗാദിനം ആചരിക്കുന്നുണ്ടെങ്കിൽ, അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന പേരിൽ എല്ലാ വർഷവും നിരവധി രാജ്യങ്ങൾ ഔദ്യോഗിക പരിപാടികളോടെ ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാരതം പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നത് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ലോകസമാധാനത്തെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുമ്പോഴായിരുന്നു ആരാധനായി നമ്മുടെ പ്രധാനമന്ത്രി അവരോട് പറഞ്ഞത്, ലോകസമാധാനം വേണമെങ്കിൽ ആദ്യം സമാധാനം ഉണ്ടാകേണ്ടത് നാം ഓരോരുത്തരുടെയും ഉൾത്തടങ്ങളിലാണ്. നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടെങ്കിലാണ്, ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികളായിട്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ മനസ്സിൽ സമാധാനം ഉണ്ടെങ്കിലാണ് ലോകത്തിന് സമാധാനം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകണം. അതിന് ഒന്നാന്തരം ഒരു പദ്ധതി എന്റെ നാട്ടിലുണ്ട്, അതാണ് യോഗ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ലോക സമാധാനത്തിന് ഭരണാധികാരിയുടെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്ന ശാരീരിക വ്യായാമ പദ്ധതി യോഗ അനുവർത്തിക്കുക അതൊരാഹ്വാനമായി മാറുകയും ആ ആഹ്വാനം നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയായി രൂപപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ലോക സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ഇന്ന് 4ാം സ്ഥാനത്താണ്. വികസിത ഭാരതത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം നമ്മൾ പൂർത്തിയാക്കുമ്പോഴേക്കും ഭാരതം ലോക സമൂഹങ്ങൾക്കിടയിലെ 1ാം ശക്തിയായി മാറും. അതാണ് നമ്മുടെ സങ്കല്പം, വികസിത ഭാരതം. നമ്മൾ ഇന്ന് 4ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. ഈ മഹത്വപൂർണമായ നമ്മുടെ സാഹചര്യത്തെ വികലമാക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമം പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രചാരണം, നമ്മുടെ വിശപ്പിന്റെ സൂചിക അങ്ങനെയുള്ളത് ഹങ്കർ ഇൻഡെക്സ്. ഈ ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ 112 120 മറ്റു സ്ഥാനത്താണ് എന്ന വ്യാപകമായ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ശുദ്ധ കളവാണ്, നുണയാണ്. ഈ ഒരു ആഖ്യാനം സൃഷ്ടിച്ചത് നോക്കൂ, നമ്മുടെ ലോക രാജ്യങ്ങളിലെമ്പാടും വ്യാപകമായി പ്രവർത്തിക്കുന്ന അനേകം സന്നദ്ധ സംഘടനകൾ, NGOകൾ. അങ്ങനെയുള്ള 123 NGOകളെയാണ് ഐക്യരാഷ്ട്രസഭ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുക. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് ദുർബലമായ ഒരു സംവിധാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ചെലവിൽ നടന്നു പോകുന്ന ഒരു സംവിധാനം, ചായ കൂടി പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഐക്യരാഷ്ട്രസഭ എന്നതിന്റെ അതിന് പിന്നിലുള്ള ആശയത്തിന്, കാഴ്ചപ്പാടിന് വലിയ മൂല്യമുണ്ട്. ആ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയെ നമ്മൾ കാണുന്നത്. ഐക്യരാഷ്ട്രസഭ ഇത്തരം കാര്യങ്ങളിൽ ലോകത്തിന് നൽകുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി 123 സന്നദ്ധ സംഘടനകളെ ആശ്രയിക്കാറുണ്ട്. അതിലൊരു സംഘടനയാണ് ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആ സംഘടനയുടെ വിശപ്പ് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? വിശപ്പ് എന്നത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണും. ഞാൻ വളരെ വിശദമായിട്ടൊന്നും അതിലേക്ക് പോകുന്നില്ല, സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇന്റർനെറ്റിൽ നമുക്ക് കിട്ടും.
ദ വയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനം. ആ സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒളി ക്യാമറകളിലൂടെ പലതും വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്ന് പറയുന്നവരാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ, പ്രധാനമന്ത്രിയുടെ, മന്ത്രിമാരുടെ ഒക്കെ നിറം പിടിപ്പിച്ച കഥകൾ, നുണക്കഥകൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നവരാണ് ഈ വയർ എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനം. അവര് നടത്തിയ ഒരു പഠനം, ആ പഠനത്തിലൂടെ ഭാരതം പട്ടിണിക്കാരുടെ നാടാണെന്ന് വെളിപ്പെട്ടു എന്നാണ് പറയുന്നത് മറ്റൊരു തരത്തിൽ. അവർ ഈ പഠനം നടത്താൻ വേണ്ടി 4 പ്രത്യേക മാനദണ്ഡങ്ങളാണ് സ്വീകരിച്ചതെന്ന് പറയും. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ പിറക്കുന്ന കുട്ടികൾ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഭാരമില്ലെങ്കിൽ, ഉയരത്തിനനുസരിച്ചുള്ള ഭാരമില്ലെങ്കിൽ, ഭാരത്തിനനുസരിച്ചുള്ള ശരീരപ്രകൃതി ഇല്ലെങ്കിൽ, ഇതൊക്കെ ഇവർക്ക് പട്ടിണി ഉണ്ടായി തീർന്നത് കൊണ്ടാണ് എന്ന ഒരു വികല സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, ധനികന്മാരുടെ വീടുകളിൽ ഉയരത്തിനനുസരിച്ച് ഭാരമില്ലാത്ത കുട്ടികൾ പിറക്കുന്നില്ല. ഏറ്റവും സമ്പത്തുള്ള വീടുകളിൽ ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ പിറക്കുന്നില്ല. അപ്പൊ വിശപ്പ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി സ്വീകരിച്ച മാനദണ്ഡം തന്നെ പിഴവാണ്. ആ പിഴച്ച മാനദണ്ഡത്തിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങളിലൂടെയാണ് ഭാരതം വിശപ്പ് സൂചികയിൽ, ഹങ്കർ ഇൻഡെക്സിൽ 112ാം സ്ഥാനം എന്നിവരിൽ കൂട്ടിഘോഷിക്കുന്നത്. നമ്മുടെ ഈ ഭാരതത്തിന് മറ്റൊരു ചരിത്രമുണ്ട്, ഒരു വർത്തമാനകാല സാഹചര്യമുണ്ട്. അതെന്താണ്? കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ കഴിഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ ഈ ഭാരതം. 25 കോടി ആളുകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, പോവർട്ടി ലൈൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ദാരിദ്ര്യരേഖ. ആ ദാരിദ്ര്യരേഖ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിലെ ഏതാണ്ട് 63% ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയാണ് എന്നതൊരു പഠനമുണ്ട്. ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ദാരിദ്ര്യരേഖയ്ക്ക് കീഴെ കഴിയുന്നവരെ കുറിച്ച് വിശദീകരിക്കുന്നത്, അവർക്ക് ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഇത്ര കലോറി ആഹാരം കിട്ടണം എന്നതാണ്. നമ്മുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് നിർണയിക്കപ്പെടുന്ന കലോറി അളവിൽ ആഹാരം കിട്ടാത്തവരെയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, പട്ടിണിക്കാർ എന്നാണ് വിശേഷിപ്പിക്കുക. അങ്ങനെയുള്ള 63% ആളുകൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു 2014 മുമ്പ്. അതാണ് കണക്ക്. ആ സാഹചര്യത്തിലാണ് 25 കോടി ആളുകളെ ദാരിദ്ര്യമുക്തരാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നത്. എങ്ങനെ സാധിച്ചു? ഈ 25 കോടി ആളുകൾ ആരൊക്കെയുണ്ട്? പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകം സഹോദരങ്ങളുണ്ട്, പട്ടിണിക്കാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക്, സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇത് സർക്കാരിന്റെ മാത്രം നേട്ടമാണ്. ഇവിടെയാണ് നാം ഓരോരുത്തരും അഭിമാനത്തോടെ, ആത്മാഭിമാനത്തോടെ, സ്വാഭിമാനത്തോടെ ചിന്തിക്കേണ്ടത്. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ ഈ ഭാരതത്തിൽ രൂപപ്പെട്ടു വരാൻ സംരംഭകന്മാരായിട്ടുള്ള, വ്യാപാരികളായിട്ടുള്ള, ചെറുകിട വ്യാപാരികൾ മുതൽ വൻകിട വ്യാപാര വാണിജ്യ മേഖലയിൽ വിരാജിക്കുന്ന ആളുകൾ വരെയുള്ള അവരുടെ ആത്മാർത്ഥമായ പ്രതിബദ്ധതയോടെയുള്ള രാജ്യസ്നേഹപരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ ഭാരതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആരാധനായ പ്രധാനമന്ത്രി ഈ നാട്ടിലെ യുവ സമൂഹത്തെ നോക്കി, നിങ്ങൾ സംരംഭകന്മാരാകണം, തൊഴിൽ അന്വേഷകന്മാരാകുന്നതിന് പകരം തൊഴിൽ ദാതാക്കളായി നിങ്ങൾ മാറൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. അതുകൊണ്ടാണ് ആ ആഹ്വാനം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഈ സദസ്സിലുള്ള മിക്കവരും ഒരു സംരംഭകത്വം നമ്മൾ സ്വീകരിച്ചത്. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ വികാസവും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ധർമാധിഷ്ഠിത വ്യാപാരത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ന്യായാധിഷ്ഠിതമായ ലാഭത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അമിതമായ ലാഭം എടുക്കുക, പിടിച്ചു പറിക്കുക, ചൂഷണം ചെയ്യുക എന്നതൊക്കെ നമ്മുടെ പരിപാടിയല്ല. നമ്മളെപ്പോഴും പറയാറില്ലേ, വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് നേരത്തെ പറഞ്ഞു, അദ്ദേഹം നടത്തിയ പ്രസംഗത്തിനിടയിൽ, എന്റെ നാട്ടിൽ ഭാരതത്തിൽ ചൂഷണം എന്ന വാക്കിന് അങ്ങനെ ഒരു വാക്കില്ല.
എക്സ്പ്ലോയിറ്റേഷൻ എന്നൊരു പ്രയോഗമില്ല. കാരണം അവിടെ ചൂഷണമില്ല, ആരും ആരെയും ചൂഷണം ചെയ്യുന്നില്ല. പരസ്പരം ഭാവയന്തഃ ശ്രേയ കർമ്മവാപ്സിത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. പരസ്പരം സഹകരിച്ചുകൊണ്ട് ശ്രേയസിലേക്ക് എത്തിച്ചേരുക. ആ ശ്രേയസിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാമൂഹിക വീക്ഷണം രൂപപ്പെടുത്തിയവരാണ് വ്യാപാരി വ്യവസായി സംഘത്തിന്റെ കർമ്മധീരരായ കാര്യകർത്താക്കൾ എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. നോക്കൂ, ഞാൻ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രയോഗം അധ്യക്ഷൻ അജിത് ജി ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങളൊരു 10 ലക്ഷം രൂപ മുടക്കി വ്യവസായം തുടങ്ങിയ ഉടനെ 12 ലക്ഷം രൂപയുടെ കാറിനെ കുറിച്ച് ചിന്തിക്കുക എന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. സത്യത്തിൽ അതാണ് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം. നമ്മൾ വികസിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇന്ന് ബഹിരാകാശ മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയാണ്. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുള്ള ആശയവിനിമയ രംഗത്ത് ലോകത്തിൽ 1-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. എവിടെ നിന്നാണ് നമ്മൾ ഇത് തുടങ്ങിയത് എന്ന് നമ്മൾ ആലോചിക്കണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ദൈനംദിന പ്രവർത്തന പദ്ധതിയായ ശാഖയിൽ നമ്മൾ ധരിച്ചു പോകുന്ന പാദരക്ഷ സംഘസ്ഥാന വെളിയിൽ അഴിച്ചു വെച്ച് മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന മന്ത്രമുണ്ട്. ആ കർമ്മ പദ്ധതിയുടെ അവസാന ഭാഗത്ത് നാം ചൊല്ലുന്ന നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ പരം വൈഭവം നേതും ഏതത് സ്വരാഷ്ട്രം എന്നൊരു പ്രയോഗമുണ്ട്. നാം ഉൾക്കൊള്ളുന്ന മഹത്തായ ഈ രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവം നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. അതിലൂടെയാണ് സാർത്ഥകത നേടുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന നിലയ്ക്കുള്ള ചിന്ത നമ്മളെ മുന്നോട്ട് നയിക്കും. അതുകൊണ്ട് നാം ആരംഭിക്കുന്ന സംരംഭങ്ങളിൽ അനേകം ആളുകളെ പങ്കാളികളാക്കാൻ, അതിന്റെ ഗുണഭോക്താക്കളായി സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ രാഷ്ട്രഭാവന നെഞ്ചിൽ പേറുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നാം ഇന്ന് നേടിയിരിക്കുന്ന 4-ാം സ്ഥാനം സാമ്പത്തിക മേഖലയിൽ സമ്പദ് രംഗത്ത് 4-ാം സ്ഥാനത്താണ് നാം വിരാജിക്കുന്നത് എന്നതിന്റെ അവകാശം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും ഭരണകൂട സംവിധാനങ്ങളും മാത്രമല്ല, മറിച്ച് അതിന് സമാന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹം, വ്യാപാരി വ്യവസായി സമൂഹം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി യുവാക്കളെ സംരംഭകരാവാൻ വേണ്ടി ക്ഷണിക്കുന്നത്. അവർക്ക് അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. ബാങ്കുകളിൽ അവർക്ക് ആവശ്യമായ വായ്പ അനുവദിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് ഒക്കെ അതുകൊണ്ടാണ്. ആ നിലയ്ക്ക് നമ്മുടെ എല്ലാം മനസ്സിൽ കേവലം നമ്മുടെ വ്യവസായത്തെ, സംരംഭത്തെ കുറിച്ച്, നമ്മുടെ കച്ചവട സ്ഥാപനത്തെ കുറിച്ച്, നമ്മുടെ ബിസിനസ് സംരംഭത്തെ കുറിച്ചുള്ള ചിന്തകൾക്ക് പകരം, അല്ലെങ്കിൽ അതിനുമപ്പുറം ഈ പറയുന്ന കാഴ്ചപ്പാടുകളൊക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സാമൂഹിക വീക്ഷണവുമുണ്ട്, രാഷ്ട്ര സങ്കല്പവുമുണ്ട്. ആ സങ്കല്പത്തെ കരുത്താർജിപ്പിക്കുന്നതാക്കി മാറ്റുക. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന് വർത്തമാനകാല സാഹചര്യത്തിൽ ഒറ്റ കാര്യം കൂടി മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. നമ്മുടെ ശക്തി എത്രയാണ് കേരളീയ സമൂഹത്തിൽ എന്ന് ചോദിച്ചാൽ 2026 മെയ് 4 കണക്കെടുത്താൽ 14% കേരളീയ സമൂഹത്തിൽ നമ്മുടെ ആശയങ്ങൾക്ക് സ്വീകാര്യത 14% ആളുകളിൽ മാത്രമാണ്. ഈ 14%ന്റെ അളവ് നമ്മളൊന്ന് വർദ്ധിപ്പിക്കണം. ഇത് സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകും, വ്യാപാരി വ്യവസായി സമൂഹത്തിലും. ഇതിനനുവാദമായി മൊത്തം വ്യാപാരികളുള്ളത് ഒരു 14% അല്ലെങ്കിൽ ഒരു 15% നമ്മുടെ കൂടെ, നമ്മുടെ ആശയങ്ങൾ പേറുന്നവർ, നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവർ, നമ്മുടെ ആശയത്താൽ പ്രചോദിതരാകുന്നവർ അത്രയും പേരായിരിക്കും. ഇത് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പരിവർത്തനത്തിനുള്ള ഒരേ ഒരു മാർഗം. ഈ അനുപാതം നമ്മൾ കൂട്ടണം. നമ്മുടെ കൂടെ ചേരാൻ സന്നദ്ധരാകുന്നവർ, നമ്മുടെ ആശയം പങ്കുവയ്ക്കാൻ സന്നദ്ധരാകുന്നവർ ശതമാനക്കണക്കിന് വർദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദുഷ്ടശക്തികൾ, സമൂഹ വിരുദ്ധ ശക്തികൾ നമ്മുടെ സമൂഹത്തെ കാരണം ചെയ്യണം. ഈ ജാഗ്രത കൂടി നമ്മളിൽ ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഏതായാലും ഇവിടെ സൂചിപ്പിച്ചതനുസരിച്ച് 14 ജില്ലകളിൽ ശക്തമായ ജില്ലാ സമിതികൾ, 68 താലൂക്കുകളിൽ താലൂക്ക് സമിതികൾ, 600ഓളം യൂണിറ്റുകൾ. ആകെ കൂടി നോക്കുമ്പോൾ അഭിമാനകരമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ രൂപം. പക്ഷെ അത് പോരാ എന്നൊരു ചിന്ത നമ്മളിൽ എല്ലാവരും ഉണ്ടാകണം. വ്യാപാരി സമൂഹത്തെ മുഴുവൻ
മുഴുവൻ നമ്മളിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിയണം. അതിന് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ തരത്തിലുമുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ വന്നു ചേരാൻ മാസങ്ങൾക്ക് മുമ്പ് സന്തോഷി എന്നെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യിപ്പിച്ചതാണ് ഈ തീയതി. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോടെയാണ് ഇവിടേക്ക് വന്നത്. അതിലേറെ സന്തോഷത്തോടെയാണ് നിങ്ങളെയൊക്കെ കാണുമ്പോഴും നിങ്ങളുടെ മുഖഭാവവും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ശരീരഭാഷയും ഒക്കെ കാണുമ്പോൾ അതിലേറെ സന്തോഷത്തോടെയാണ് തിരിച്ചു പോകാൻ കഴിയുന്നത്. സമുജ്വലമായ ഒരു ഭാവി നമ്മുടെ പ്രസ്ഥാനത്തെ കാത്തിരിക്കുന്നു, അതിലൂടെ നമ്മുടെ സമൂഹത്തെ കാത്തിരിക്കുന്നു. നാം എല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ നമ്മുടെ സംഘ പ്രസ്ഥാനങ്ങളുടെ ഉജ്ജ്വലമായ ഭാവി നിങ്ങളിലൂടെയും ശക്തമായി രൂപപ്പെട്ടു വരട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം.